ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മീൻ മുളകിട്ടതാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതേപോലെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് കടുക് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു വറ്റൽമുളകും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിനി കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ആ കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കുന്നതിനായിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കറിവേപ്പിലയും ഉപ്പുമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാം. ഇതേപോലെ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ഒന്ന് വഴഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പൊടികളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിതിൽ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എപ്പോഴും ഈ കറിക്ക് മുളക് പൊടിയാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചോളൂ, അല്ലെങ്കിൽ ആ പൊടിയൊക്കെ ഒന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മളതിലേക്ക് നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ വടക്കമ്പുളി കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പുളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് ഇത് കീറി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ മീൻ കറിക്ക് വേണ്ടുന്ന കുറച്ചുകൂടി വെള്ളം വേണം. അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 കപ്പ് വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ഗ്രേവി ആയിട്ടൊക്കെ വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടുന്ന ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് അതിൻ്റെ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതൊന്നുകൂടെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ സിമ്മിലാക്കിയതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി റെഡിയാവും. അപ്പോൾ മീൻ കറി ഒരു 10 മിനിറ്റിന് ശേഷം നമ്മളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ കണ്ടല്ലോ. ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം അങ്ങനെ ഇരിക്കുമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.